ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ജനങ്ങൾ അവരെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയാണ്. നിങ്ങൾ ചോദിക്കുന്നുണ്ട് 75,000 വോട്ട് കിട്ടും, എവിടുന്നാണ്? ഞാൻ സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പം ഈ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെപ്പോലെ തന്നെയാണ് ഈ മലയോര മേഖലയിലെ 1.5 കോടിയോളം ജനങ്ങൾ. അതിൽ 1 കോടി ജനങ്ങളുടെ കാര്യം എടുക്കാനില്ല. ഏത് സമയം ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിയാനില്ല. ഭയത്തിൻ്റെ മുൾമുനയിൽ ജീവിക്കുന്ന ഒരു വിഭാഗമായി മാറി. കൃഷി ചെയ്യാൻ ഒരു മാർഗവുമില്ല. ആ മനുഷ്യരുടെ ഹൃദയം തൊട്ട പ്രാർത്ഥന ആകാശത്തേക്ക് പോയിട്ടുണ്ട്. അതിനൊരു ഉത്തരമുണ്ടാകും എന്ന് തന്നെ ഞാൻ കണക്കാക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ PV അൻവർ 75,000 വോട്ടിന് ജയിക്കും. അല്ലാതെ ഇതിൽ വേറെ മാജിക്കൊന്നുമില്ല. 50% ആളുകൾ രാഷ്ട്രീയത്തിനതീതമായി ഈ വിഷയം ഉൾക്കൊണ്ട് ചിന്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവരുടെ മുന്നിലേക്കാണ് ഞാൻ ഇറങ്ങി തന്നത്. അവരുടെ ജീവൻ്റെ പ്രശ്നമാണ്, അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. അവൻ്റെ ജീവൻ്റെ പ്രശ്നം, അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നം മാറ്റിയിട്ട് ഞാൻ കോൺഗ്രസ്സാണ്, ഞാൻ CPM ആണ് എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യുന്നവരാണ് മുഴുവൻ ആളുകളെങ്കിൽ ഐ ആം ഹെൽപ്ലെസ്. ഒരു മനുഷ്യന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ പണ്ട് മുതലേ ഞാൻ ഇടപെട്ടിട്ടുണ്ട്, ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം ഈ പറയുന്ന തിങ്കളാഴ്ച ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ല, അതൊക്കെ സ്ഥിരം പരിപാടിയില്ല. അതൊക്കെ തന്നെയല്ലേ ഈ നെക്സസ് എന്ന് പറയുന്നത്. എന്തിനാ എത്ര അധികം പേഴ്സണൽ സ്റ്റാഫ്സ്? ആവശ്യത്തിനാകാം. അപ്പോൾ അതൊക്കെ പോട്ടെ, അതിലും വലിയ ഭീകരമല്ലേ ഈ പറയുന്ന PSC. 5 കൊല്ലത്തെ സർവീസിന് 4 ലക്ഷം 4.5 ലക്ഷം 2.25 ലക്ഷം ശമ്പളം ഉണ്ടായിരുന്നത് 4 ലക്ഷം 4.5 ലക്ഷം ആക്കി കൊടുത്തു. ഈ 5 വർഷം കൊണ്ട് ഇവർക്ക് എന്താ കൊടുക്കാൻ പോകുന്നത്? പെൻഷനാണ് കൊടുക്കാൻ പോകുന്നത് ആനുപാതികമായിട്ട്. ആരാ ഈ PSC മെമ്പർമാർ? കേരളത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഈ പിണറായിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ബന്ധുക്കളും കുടുംബങ്ങളും 5 കൊല്ലം കൊണ്ട് അവർക്ക് പെൻഷനായി 2-2.5 ലക്ഷം റുപ്യ പെൻഷൻ വാങ്ങിയിട്ട് നടക്കുകയാണ്. ആരാ അതൊക്കെ ചെയ്യുന്നത്? ഈ തൊഴിലാളി വർഗ പാർട്ടി. പിന്നെ നിങ്ങളുടെ ചോദ്യം എങ്ങനെ ഈ വോട്ട് കിട്ടുമെന്ന് ഞാൻ ഒറ്റ കാര്യം ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ BJP എന്ന പാർട്ടി മുസ്ലിം ലീഗിൻ്റെ പണിയെടുക്കുകയാണ്. BJP പ്രവർത്തകർ എന്ത് തീരുമാനമെടുക്കും? മുസ്ലിം ലീഗ് എന്ന പാർട്ടി BJPൻ്റെ നയം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ എന്ത് തീരുമാനമെടുക്കും? അതുപോലെ തന്നെയല്ലേ ഒരു തൊഴിലാളി വർഗ പാർട്ടി തൊഴിലാളികളെ പാടെ എന്താ പറയുക സൈഡ് ലൈൻ ചെയ്തിട്ട് അദാനി അംബാനി നമ്മുടെ പാർട്ണർമാരാണെന്ന് പറഞ്ഞിട്ട് മുതലാളിമാർക്ക് വേണ്ടി പണിയെടുക്കുന്ന പിണറായി കുടുംബം ഈ നാട് ഭരിക്കുമ്പം നിലമ്പൂരിലെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും എന്ത് തീരുമാനം എടുക്കുക? ആ തീരുമാനം ഇവിടെ നടപ്പിലാവും. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ 1-ാം ഘട്ടം മുതൽ എന്താ പറയുന്നത്? വോട്ട് ചെയ്യാൻ ആദ്യം വന്ന് ബൂത്തിൽ വരി നിൽക്കുന്നവരുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും ആയിരിക്കും പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യാൻ. അത് നിലമ്പൂരിൽ സംഭവിക്കും. ഇത് കേരളം ഒട്ടാകണ്ട്. ഈ മരുമാനം സഹിക്കുന്നതിൻ്റെ അപ്പുറമാണ്. പാർട്ടി സഖാക്കൾ സഹിക്കാൻ കഴിയില്ല. ഈ കുടുംബാധിപത്യവും SFIയും ആർക്കാ അറിയാത്തത്? വീട് പൈസ വാങ്ങിയത് ഈ പറഞ്ഞ മാതിരി കൈക്കൂലിയാണെന്ന് ആർക്കറിയാത്തത്? എന്ത് ന്യായീകരണം പാർട്ടിയുടെ നേതാക്കന്മാർ ചാനലിൽ നടത്തിയാലും പാവപ്പെട്ട സഖാക്കൾക്ക് ഈ കേരളത്തിലെ 3.5 കോടി എന്താ പറയുക 2ാം ക്ലാസ്സും ഗുസ്തിയില്ലോന് ഈ കാര്യം മനസ്സിലായിട്ടില്ലേ? ഈ നിമിഷം വരെ എന്ത് സർവീസാണ് കൊടുത്തത് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എനിക്കൊരു കമ്പനി 2 കോടി റുപ്യ എന്നാൽ ഞാൻ എന്തിനാണ് വാങ്ങിയെന്ന് പറയണ്ടേ? അപ്പോൾ സർവീസ് കൊടുത്തു പറഞ്ഞു. അപ്പോൾ എന്ത് സർവീസാണ് കൊടുത്തത്? അതിന് ഉത്തരമില്ല. ഓക്കെ, ശരി. എവിടെ നിങ്ങളുടെ IT സർവീസ് കൊടുക്കണമെങ്കിൽ IT എഞ്ചിനീയർമാർ വേണമല്ലോ. ആ IT എഞ്ചിനീയർമാരുടെ ലിസ്റ്റ് ഇതാ. കമ്പനിയുടെ ചോദ്യം കമ്പനിയോട്. IT എഞ്ചിനീയർമാരുണ്ടെങ്കിലേ സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ. IT എഞ്ചിനീയർമാരുണ്ടെങ്കിൽ എന്താണ്? ഈ കമ്പനിയിൽ നിന്ന് അവർക്ക് ശമ്പളം കൊടുത്തതിന് ലിസ്റ്റ് കൊടുക്കണം. അതുമില്ല. ഇത് ഔദ്യോഗികമായി കൊടുത്ത പൈസ. അനൗദ്യോഗികമായിട്ട് ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തു എന്നില്ല ആർക്കറിയാം. അപ്പോൾ ഇതൊന്നും ഇവിടുത്തെ പാർട്ടിക്കാർക്കും സഖാക്കൾക്കും മനസ്സിലാവില്ലേ? കേരളത്തിലെ ജനങ്ങൾക്ക്